ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഓശാന ഞായറാഴ്ചത്തെ തിരുക്കർമ്മങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ടൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിരുന്നു. പീഠാനുഭവ വെള്ളിയാഴ്ചത്തെ കർമ്മങ്ങളുടെ മുഴുവനല്ല, മറിച്ച് ഒരു പാട്ടിൻ്റെ, പീഠാനുഭവ വെള്ളിയാഴ്ച പാടുന്ന ഒരു പാട്ടിൻ്റെ വ്യാഖ്യാനവും ആ പാട്ട് തന്നെ ഒരുമിച്ച് അല്പനേരമൊക്കെ പാടി നമ്മൾ പ്രാർത്ഥനയോടെ നടത്തുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ മെല്ലെ പറഞ്ഞു വരും. നമ്മളോടൊപ്പം ഈ നേരത്ത് നമ്മുടെ കൂടെ ഉള്ളത്, ഞാൻ ഈ വർഷം ഹോളി വീക്ക് വിശുദ്ധവാരം ഹാശ ആഴ്ച ആയിരിക്കുന്നത് സൺഷൈൻ കോസ്റ്റ് ഇടവകയിലാണ്. ഓസ്ട്രേലിയയിലെ സൺഷൈൻ കോസ്റ്റ് എന്നുള്ള ഇടവകയിലാണ്. സൺഷൈൻ കോസ്റ്റും ഒപ്പം അച്ഛൻ നോക്കുന്ന കബൂൾച്ചർ അല്ലേ, കബൂൾച്ചർ രണ്ട് ഇടവുകളാണ്, രണ്ട് അച്ഛൻ 3-4 പള്ളികൾ നോക്കുന്ന അച്ഛനാണ്. അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതക്കാരൻ തന്നെയാണ്. അച്ഛനും അച്ഛൻ്റെ ഇടവക്കാർ, അച്ഛൻ്റെ കൊയറുമാണ് കൂടെ ഉള്ളത്. ആദ്യം അവരൊന്ന് പരിചയപ്പെടുത്തും, അതിനുശേഷം നമ്മൾ ഈ പാട്ടിലേക്കും അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കും ഒക്കെ മെല്ലെ പ്രവേശിക്കും. അച്ഛൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഫാദർ ടിജോ പുത്തൻപറമ്പിൽ. ഞാൻ 3 വർഷമായി നമ്മുടെ മെൽബൺ സീറോ മലബാർ എപ്പാർക്കിയിൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ഇടവകയാണ് സൺഷൈൻ കോസ്റ്റ്. അതുപോലെ തന്നെ എനിക്ക് തൊട്ടടുത്തുള്ള ഒരു മിഷനും കൂടി പ്രധാനമായിട്ടും ഉണ്ട്. അത് കബൂൾച്ചർ സെൻറ്റ് ജോസഫ് മിഷനാണ്. അതുപോലെ ഹാബീബെ, ബണ്ടാവർഗ തുടങ്ങിയ മിഷനുകളിലും ടോട്ടൽ 4 പള്ളി നോക്കുന്നുണ്ട് അല്ലേ? പ്രധാനമായിട്ട് ഈ പള്ളി, അതിൻ്റെ കൂടെ തന്നെ കബൂൾച്ചർ, പിന്നെ ഹാബീബെ, ബണ്ടാവർഗ. ഒരു അച്ഛനെ കൊണ്ട് 4 പള്ളിയൊക്കെ നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് അല്ലേ? യെസ്, ഇതൊരു മിഷൻ പ്രദേശമാണ് ഓസ്ട്രേലിയ മെൽബൺ പാർക്ക്. അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ എന്നെയാണ് ഇങ്ങോട്ട് സ്വാഗതം ചെയ്തത്, അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളും കൂടെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് മനോജ് ജെയിംസ്. ഞാനിവിടെ കൊയറിൻ്റെ ലീഡറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ശരി. കുടുംബമൊക്കെ? കുടുംബം, എൻ്റെ വൈഫും എനിക്ക് 3 മക്കളും. ഓക്കെ. മൂത്ത ആള് 25 വയസ്സ്, രണ്ടാമത്തവൻ 23 വയസ്സ്, മോളാണ് 21 വയസ്സ്. നിങ്ങൾ കുടുംബമായിട്ട് കൊയറിലുണ്ടോ എല്ലാവരും? കുടുംബമായിട്ടില്ല, കൊയറിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മോൻ സൗണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവര് ഞാനിവിടെ ധ്യാനം നടത്തിയതാണ്. ഇപ്പോൾ ഇവരെല്ലാവരും ആക്റ്റീവാണ്. ഇടവകയിൽ ഇവരെല്ലാവരും ആക്റ്റീവാണ്. എല്ലാവരും എന്തെങ്കിലും കാര്യത്തിനൊക്കെ അച്ഛൻ്റെ കൂടെയും ഇടവകയോട് സഹകരിച്ചൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫെമി. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഫൈനൽ ഇയർ. ഫെമിയാണ് കീബോർഡ് ഒക്കെ കൈകാര്യം. അതെ, നമ്മുടെ ധ്യാനത്തിനൊക്കെ കീബോർഡ് വായിച്ചു തന്നത് ഫെമിയാണ്. നല്ല ഒന്നാം തരമായിട്ട് ടീച്ചോച്ചൻ നല്ല പാട്ടുകാരിയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കുകയാണ്. ഇത് വളരെ സ്നേഹത്തോടും സമാധാനത്തോടും സാവകാശത്തോടും കൂടെ കാണേണ്ട ഒരു വീഡിയോയാണ്. അപ്പോൾ മനോജ് ചേട്ടനോട് ചോദിക്കാം. മനോജ് ചേട്ടാ, നമ്മുടെ ഈ പീഠാനുഭവ വെള്ളിയാഴ്ചത്തെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈശോനാഥൻ ഗാഗുൽത്തായിൽ ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ട് ശീലമില്ലായിരിക്കും. അച്ഛൻ അവിടെ നാട്ടിൽ ഇരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്, നാട്ടിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്കാണ്. അങ്ങനെ ഒരു നല്ല പാട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്, നമ്മുടെ സഭയുടെ ഔദ്യോഗിക ടെക്സ്റ്റിലുള്ള ഓപ്ഷനാണ്. അതായത് മറ്റൊരു പാട്ടിനോട് പകരമായിട്ട് കിടക്കുന്നതാണ്. നമ്മൾ മറ്റേ പാട്ട് ഏതാ ചേട്ടാ സാധാരണ പാടാറുള്ളത്? ഞാനൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലു. ആ സമയത്ത് പ്രദക്ഷിണത്തിന്, നമ്മൾ ഈ നഗരി കാണിക്കൽ എന്നൊക്കെ പറയുന്ന പീഠാനുഭവ വെള്ളിയാഴ്ചത്തെ പ്രദക്ഷിണത്തിന് പാടാറുള്ള പാട്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്യാം. ഇവരതിൻ്റെ ആദ്യത്തെ 2 വരി നമുക്ക് നല്ല പരിചയമുള്ള ട്യൂണാണ്. നമ്മൾ ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ വിടവാങ്ങുന്നേൻ നമ്മൾ വീട്ടിൽ നിന്ന് പാടി ഇറങ്ങുന്നതല്ലേ അല്ലേ? വീട്ടിൽ നിന്ന് നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പാടി ഇറങ്ങുന്ന വിടവാങ്ങുന്നതിൻ്റെ ട്യൂണിലാണ് ഈ പാട്ട്. അതിൻ്റെ ആദ്യത്തെ 2 വരി, 2 സ്റ്റാൻസ നമുക്കൊന്ന് പാടി തുടങ്ങാം. എന്നിട്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറയാം, എന്താണ് ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. എനിക്ക് പാടാൻ അറിയാമല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. ഇവർ നന്നായിട്ട് പാടും, അത് കേട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. യെസ്. ഈശോനാഥൻ ഗാഗുൽത്തായിൽ കുരിശുമരത്തിൽ മൃത്യു വരിച്ചു. സൃഷ്ടികളഖിലം ശോകമിയെന്നു, ഭൂതലമഖിലം ഞെട്ടിവിറച്ചു. അഖില ജനത്തിൻ രക്ഷകനായി അവനിലെത്തി ദൈവിക സൂനു. അതിനിഷ്കരുണം ആണികളാൽ തൻ പാണികളവരാ ക്രൂശിൽ ചേർത്തു. യെസ്, അതായത് ആ പീഠാനുഭവ വെള്ളിയാഴ്ചത്തെ ആ കാഴ്ചയാണ് ആദ്യം വർണ്ണിച്ചു തുടങ്ങുന്നത്. ഈശോ കുരിശിൽ ബലിയായി,
അപ്പോൾ സൃഷ്ടികളകിലം വിറയാർന്നു, മുഴുവൻ പ്രപഞ്ചം, ദ ഹോൾ കോസ്മോസ് ഈസ് ട്രംബ്ലിങ്, വിറയ്ക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവപുത്രൻ ബലിയായിത്തീർന്നു, അതിൻ്റെ വർണ്ണനയാണ്. ശരിക്കും ഇതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോഴല്ലോ, ഈ പാട്ടിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ശരിക്കുള്ള ബ്യൂട്ടി എന്ന് വെച്ചാൽ അതിനിങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഈശോയ്ക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ എല്ലാവരെയും വിളിച്ചെണ്ണീപ്പിക്കുകയാണ്. ആര്? നമ്മൾ. അതെന്ത് രസമെന്ന് ഓർത്ത് നോക്കിയാണ്. ആദ്യം ആദം തൊട്ടിങ്ങോട്ട് എല്ലാവരും ഓരോരുത്തരും പറയുകയാണ്, ആദമേ നീ എണ്ണീക്ക്, നീ എണ്ണീക്ക്. എന്താ കാര്യം? നിനക്ക് വേണ്ടി കൂടെ ആര് മരിച്ചിരിക്കുന്നു? ഈശോ മരിച്ചിരിക്കുന്നു. എണ്ണീറ്റ് കാണാ കാഴ്ച. ഓരോരുത്തരെയായിട്ട് വിളിച്ചെണ്ണീപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അച്ഛനോട് ഞാൻ ചോദിക്കുന്നില്ല, അച്ഛനെ ശല്യപ്പെടുത്താൻ പാടില്ല. അച്ഛൻ പറഞ്ഞ അച്ഛൻ സ്കോറും കൊണ്ട് പോയതുകൊണ്ട് അച്ഛനെ നമ്മൾ വെറുതെ അവിടെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരിൽ അപ്പായും മകളിൽ ആര് സ്കോർ ചെയ്യുമെന്ന് നോക്കട്ടെ. ഈ ചില ക്രൂസിഫിക്സിൻ്റെ താഴെ, ചില ഈ ക്രൂശിത രൂപത്തിൻ്റെ താഴെ ഒരു തലയോട്ടി കണ്ടിട്ടുണ്ടോ? ചില ഈ വെള്ളക്കാരുടെ പള്ളിയിൽ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഇമേജസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഉണ്ട്, ക്രൂശിത രൂപത്തിന് താഴെ തലയോട്ടി. എന്താണ് തലയോട്ടി? ഇപ്പം ഇന്നത്തെ കാലമാണെങ്കിൽ ചിലവ് പറഞ്ഞു തരും, സൈത്തൻ വർഷിപ്പുകാരുടെയാണ്, അത് നമ്മൾ വെച്ചേക്കരുത്, അത് വലിയ മഹാഭാവമാണെന്നൊക്കെ പറഞ്ഞു കളയും. അതാണ് ഇന്നത്തെ ട്രെൻഡ്. ശരിക്കും എന്തായിരിക്കാം തലയോട്ടി എന്നറിയാമോ? മോള് സ്കോർ ചെയ്തുകൊണ്ട് പോയി കേട്ടോ. ആ തലയോട്ടി, ദാറ്റ്സ് എ സ്കൾ ഓഫ് ആദം. സ്കൾ ഓഫ് ആദം. എന്താ അതിൻ്റെ അർത്ഥം? ഈശോയുടെ ദേഹത്തു നിന്ന് വീഴുന്ന ബ്ലഡ് ആദത്തിൻ്റെ തലയോട്ടിയിലേക്ക് വീണ് ആദത്തെ വരെ അത് വിശുദ്ധീകരിക്കുകയാണ്. ദ ബ്ലഡ് ഓഫ് ജീസസ് ഈസ് ഈവൻ സാങ്ക്ടിഫൈയിങ് ആദം. അതുകൊണ്ടാണ് ഗാഗുൽത്ത, സ്കോർ 1-0 ആണ്. ഗാഗുൽത്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഗോൽഗോത. അച്ഛൻ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അച്ഛനെ നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കരുത്. തലയോടിടം. അപ്പോൾ അത് പഴയൊരു ട്രഡീഷൻ കിടപ്പുണ്ട്. അതിനെ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയല്ല, ഒരു കൺസെപ്റ്റാണ്. ആദത്തിൻ്റെ തലയോട് കിടന്നിടത്താണ് കുരിശ് നാട്ടപ്പെട്ടത്. ആദത്തിൻ്റെ തലയോട് കിടന്നിടത്താണ് കുരിശ് നാട്ടപ്പെട്ടത്. അതായത് സാങ്ക്ടിഫൈങ്. ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? പാതാളങ്ങളിലേക്ക് ഇറങ്ങി വെച്ചാൽ ഈശോ ഭൂമി മുഴുവൻ താവോട്ട് പോയെന്നല്ല, മറിച്ച് ഈശോയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്നവരിലേക്ക് രക്ഷ കൊണ്ടുപോയെന്ന് അതിൻ്റെ അർത്ഥം. ഈശോയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ പോലും രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഈ കുരിശുമരണത്താൽ. കുരിശുമരണത്തിന് മുമ്പ് രക്ഷ കിട്ടിയ ഒരാളേ ഉള്ളൂ. കുരിശുമരണത്തിൻ്റെ യോഗ്യതകളാലെ തന്നെ കുരിശുമരണത്തിന് മുമ്പ് രക്ഷ കിട്ടിയ ഒരാളേ ഉള്ളൂ. ആരായിരിക്കും അത്? മറിയം. അതുകൊണ്ടാണ് മറിയത്തെ എന്ത് വിളിക്കുന്നത്? അമലോത്ഭവ ആയത് എങ്ങനെയാണ്? കുരിശുമരണത്തിൻ്റെ യോഗ്യതകളെ പിതാവായ ദൈവം നേരത്തെ എടുത്ത് ആർക്ക് കൊടുത്തു? മറിയത്തിന് കൊടുത്തു. ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെട്ടത് കുരിശുമരണത്താലെയാണ്. ജന്മഭാവം ഇല്ല. നമ്മൾ ജന്മഭാവം ഇല്ലാതാകുന്നുണ്ട്. എപ്പോഴാ? മാമോദിസായിൽ. അപ്പം മറിയം എന്ത് ചെയ്തു? മറിയം ഉദരത്തിലെ മാമോദിസ മുക്കപ്പെട്ടു. അമ്മയുടെ ഉദരത്തിലെ മാമോദിസ മുക്കപ്പെട്ടപ്പോൾ അമലോത്ഭവയായി, ഇമാക്കുലേറ്റ് ആയി. നമ്മൾ മാമോദിസ തൊട്ട് ഇമാക്കുലേറ്റ് ആണ്. കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത് ഭയങ്കര റിച്ച് തിയോളജിയാണ്. ഓരോരുത്തരും എണ്ണീപ്പിക്കുകയാണ്. നമ്മൾ ഈ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങോട്ട് പാടി ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. കാരണം നമ്മളിവരെ വിളിച്ചെണ്ണീപ്പിക്കുകയാണ്. ആദമേ നീ എണ്ണീക്കടാ, നീ കാണും, നിനക്ക് വേണ്ടി കൂടെ ഈശോ മരിച്ചു കിടക്കുന്നു. എന്നിട്ട് ആദത്തെ നമുക്ക് 2 വരികൾ പാടാം, 2 സ്റ്റാൻസ പാടാം. ആദത്തിൻ്റെയും നമ്മളിത് മുഴുവൻ കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. കാരണം എല്ലാ നാട്ടിലും എല്ലാ പള്ളികളിലും ഒരു പക്ഷേ ഇത് പാടണമെന്നില്ല. കാരണം നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വലിയ പാടാണ് അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ പാടി വന്നുകൊണ്ടിരുന്നത് നമുക്ക് അതിനോടൊക്കെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ വേറൊരു പാട്ട് അക്സെപ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഓർക്കേണ്ടത് വേറെ എങ്ങൊന്നുള്ള പാട്ടല്ല, സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പാട്ടാണ്. അത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ, ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ശ്രമിച്ചു നോക്കിയാൽ എന്തൊരു നന്മയാണത്. കാരണം ഇത്രയും ഡെപ്തുള്ളൊരു സാധനം, തിയോളജിക്കൽ ഡെപ്തുള്ള ഒരു കേവല കവിതയ്ക്കപ്പുറത്ത് ആഴമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 2 അപ്പോൾ അവിടുന്ന് ഇവിടെ നോക്കിയായിട്ട് നമുക്കൊന്ന് പാടിപ്പോകാം. ഇപ്പോൾ പാടുന്നത് ഒന്ന് ആദത്തിനെ വിളിച്ചെണ്ണീപ്പിക്കുന്നതാണ്. ആദമേ നീ എണ്ണീറ്റ് ഇത് കാണുക. രണ്ടാമത് വിളിച്ചെണ്ണീപ്പിക്കുന്ന ആരെന്നറിയാമോ? ആബേലിനെ. ആബേലും ഈശോയും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? എന്തെങ്കിലും കണക്ഷൻ നോക്കട്ടെ, മാക്സിമം കണക്ഷൻസ് കണ്ടുപിടിക്കാം. നമുക്കിത് ക്വിസ് പ്രോഗ്രാം ആക്കി നിങ്ങൾക്കും പെട്ടെന്ന് അവിടെ നിന്ന് ഉത്തരം പറയാം കേട്ടോ. ഇത് പങ്കെടുക്കുന്നവർക്കും ഉത്തരം പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ, നിഷ്കളങ്കൻ കൊല്ലപ്പെടുന്നു. നിഷ്കളങ്ക രക്തം കൊല്ലപ്പെടും, നിഷ്കളങ്ക രക്തം വീഴുന്നു. അപ്പോൾ അതാണ് ആബേലും ഈശോയും കണക്ഷൻ. വേറൊരു ഡിഫറൻസ് പറയാമോ? ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, ഒരു ക്ലാസിക്കൽ ഡിഫറൻസ് ഉണ്ട്. ആബേൽ ഇവരും സഹോദരങ്ങളാലാണ്. ഈശോയും സ്വജനത്താലല്ലേ കൊല്ലപ്പെടുന്നത്. അപ്പോൾ സിമിലറാണ്. പ്രിയപ്പെട്ടവരാൽ തന്നെ കർത്താവ് കൈവിടപ്പെടുന്നു. കായേനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ സഹോദരൻ്റെ രക്തം നിലവിളിക്കുന്നു. എന്തിനു നിലവിളിക്കുന്നു? പ്രതികാരത്തിന്. സഹോദര രക്തം പ്രതികാരത്തിന് നിലവിളിക്കുന്നു. ഈശോയുടെ രക്തം നിലവിളിക്കുന്നത് അനുരഞ്ജനത്തിനാണ്. അവിടെ ആബേലിൻ്റെ രക്തം പ്രതികാരത്തിന് നിലവിളിച്ചെങ്കിൽ ഈശോയുടെ രക്തം നിലവിളിക്കുന്നത് ഇവരോട് ക്ഷമിക്കണേ, അനുരഞ്ജനത്തിന്, റെക്കൺസീലിയേഷന് നിലവിളിക്കുന്ന ബ്ലഡ് ഓഫ് ജീസസ്. അപ്പോൾ ഇതാണ് ആബേലിനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഓരോരുത്തരുമായിട്ടും ഈശോ കണക്റ്റഡ് ആണ് പഴയ നിയമത്തിൽ. അപ്പോൾ ഈ 2 പാടുമ്പോൾ നിങ്ങളും ഈ 2 ആദത്തെ ഓർക്കുക,
സകല ജനപദങ്ങളുടെയും പിതാവായ ആദത്തെ ഓർക്കുക, ചിന്തപ്പെട്ട നിഷ്കളങ്ക രക്തമായ ആബേലിനെ ഓർക്കുക. നമുക്കിതൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ രണ്ടാം ആദമെന്നും കൂടി വിശേഷം. രണ്ടാം ആദം, സെക്കൻഡ് ആദമാണ്. അന്ന് ആദത്താൽ നഷ്ടപ്പെട്ടു പോയത് ഈശോ നമുക്ക് വേണ്ടി നേടിയെടുക്കുന്നു. അന്ന് ആദം അനുസരണക്കേടിനാൽ കളഞ്ഞത് ഈശോ അനുസരണത്താലെ നേടിയെടുക്കുന്നു. അന്ന് വൃക്ഷത്തിന്റെ ഫലം തകർച്ചയ്ക്ക് കാരണമായെങ്കിൽ ഇവിടെ വീണ്ടും ഒരു വൃക്ഷത്തിന്റെ ഫലം രക്ഷയ്ക്ക് കാരണമാകുന്നു. കുരിശുമരം വൃക്ഷമാണ്, കുരിശുമരത്തിന്റെ ഫലം കാരണമാകുന്നു. അന്ന് ആദം കാരണം പർദീസയുടെ വാതിൽ അടയ്ക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈശോ കാരണം പർദീസ തുറക്കപ്പെടുന്നു. ഭയങ്കര ടിപ്പോളജിയാണത്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ രണ്ടെണ്ണം നിങ്ങളും പ്രാർത്ഥനയോടെ പാടുക. ഉണരുക വേഗം ആദാമേ നീ, സുതനുടെ സഹനം ദർശിച്ചാലും ശത്രുഗണങ്ങൾ പാപികണക്കെ പീഡിപ്പിക്കും സുതനെ കാണൂ. സോദരനാളെ മൃത്യു വരിച്ചോ ആബേലേ നീ, ഉണരുക വേഗം ദൈവികമേഷം മിശിഹായിവിടെ സ്വന്തജനത്താൽ മൃതനായി തീർന്നു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലായോ? അതെന്തുമാത്രം ആഴത്തിലാണതോ, അത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആണതേ. ഓരോരുത്തരോടും നമ്മൾ ആ പഴയ നിയമം മുഴുവൻ, അപ്പോൾ പഴയ നിയമം മുഴുവൻ ഈശോയിൽ പൂർത്തിയാകുകയാണെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എല്ലാം ഈശോയിലേക്ക് എത്തുക, എല്ലാം കുരിശിലേക്ക് എത്തുക. ഈ താഴേക്ക് നോഹയും ഷേമെ, യാഫേത്ത് ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു 4 പേരെ പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മളിങ്ങനെ ഈ പെട്ടെന്നൊന്ന് മെൻഷൻ ചെയ്യുന്നത്, ഇനി എന്തെങ്കിലും നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്ന, ഈ പള്ളിയിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഒരു വരികൾ ഒറ്റ വായന ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ 4 പേരുടെ പേരുകൾ പറയാം, അതിൻ്റെ കണക്ഷൻസ് വേഗം കണ്ടുപിടിക്കണം. ഒന്ന് മെൽക്കിസദക്ക്. മെൽക്കിസദക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അച്ഛൻ കേട്ടിട്ടുണ്ടോ? അച്ഛൻ കാരണം ഞങ്ങൾക്കിത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പട്ടക്രമത്തിലുള്ള പേരാണ് മെൽക്കിസദക്ക്. മെൽക്കിസദക്ക് ആരാ? ശരിക്കും മെൽക്കിസദക്ക് ഹൈ പ്രീസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. മെൽക്കിസദക്കിൻ്റെ ഭാഗം എങ്ങനെയെന്ന് അറിയാമോ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് മെൽക്കിസദക്കിന് മാത്രം വായിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണേ. മെൽക്കിസദക്കിൻ്റെ ഭാഗത്തിന് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് സിമിലാരിറ്റീസ് ഈശോയുമായിട്ട് സിമിലാരിറ്റീസ് കണ്ടുപിടിക്കണേ. അത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 14 വേഴ്സസ് 18 and 19. ഇങ്ങനെയാണ് പറയുന്നത്: സാലേം രാജാവായ മെൽക്കിസദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു: ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ. എന്തെങ്കിലും സിമിലാരിറ്റീസ് ഈശോയായിട്ട് കണ്ടുപിടിക്കാമോ? ഒരെണ്ണം വളരെ നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ സിമിലാരിറ്റി ഉണ്ട്. മറ്റേത് ഒരല്പം കൂടെ സീരിയസ് ആണ്. അത് ഇങ്ങനെയാണ്: സലേം രാജാവായ മെൽക്കിസദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. സിമിലാരിറ്റീസ് ഈശോ അപ്പവും വീഞ്ഞും. എക്സാക്ട്ലി. അത് പഴയ നിയമത്തിൽ വളരെ എവിഡൻ്റ് ആയിട്ട് അപ്പവും വീഞ്ഞും കാണുന്ന ഇവിടെയാണ്. അപ്പവും വീഞ്ഞും കാണുന്ന ഇവിടെയാണ്. പുരോഹിതനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന്. അപ്പോൾ പുരോഹിതനാണ് അപ്പവും വീഞ്ഞും. വേറെ നേരം അറിയാമോ? ആശീർവാദം, ബ്ലെസ്സിങ്, പ്രീസ്ലി ബ്ലെസ്സിങ്. സാലേം രാജാവ്. സാലേം എന്ന് വെച്ചാൽ ജെറുസലേം, സമാധാനം, സാലേം. അപ്പൊ സാലേം രാജാവ് എന്ന് വെച്ചാൽ ആരാ? സമാധാനത്തിന്റെ രാജാവ്. അതാരാ? ഈശോ. അതാണ് ഓശാനാദേശം അനുസരിച്ച് ഈശോ കഴുതപ്പുറത്ത് വന്ന എന്തുകൊണ്ടാണ്? സമാധാനം. കുതിരപ്പുറത്താണ് യുദ്ധം ചെയ്യുന്ന രാജാവ് വരുന്നത്, സമാധാന രാജാവ്. അപ്പൊ ഇല്ല, ഈശോയാണിത്. ഈശോയുടെ പ്രോട്ടോടൈപ്പാണ് മെൽക്കിസദക്ക്. ഈശോയാണ് മെൽക്കിസദക്കിൽ നിഴല് പോലെ നിൽപ്പുണ്ട്. ഈശോ കിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങളുടെ പട്ടക്രമത്തിൽ ഒരു ആശീർവാദമുണ്ട്, ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മെൽക്കിസദക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. എന്താ കാര്യം അറിയാമോ? അഹറോൻ്റെ ക്രമം അവസാനിച്ചു. അഹറോൻ്റെ ക്രമം ഏതാ? പിന്തുടർച്ചയുടെ ക്രമം. ഒരു ലേവായ കുടുംബത്തിന് ഇത് കൊടുത്തിരിക്കുകയാണ്. പിന്തുടർച്ച ക്രമം കഴിഞ്ഞു. മെൽക്കിസദക്കിൻ്റെ ക്രമം എന്ന് വെച്ചാൽ എന്താ? ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. തുടക്കമില്ല, അവസാനമില്ല. കർത്താവുമായുള്ള കൂട്ടായ്മയിലുള്ള പൗരോഹിത്യം ആരംഭിച്ചു. അതാണ് മെൽക്കിസദക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ മെൽക്കിസദക്കിനോട് പറയുകയാണ്, നീ എണ്ണീക്കുക. നീ എന്ന അപ്പവും വീഞ്ഞും കൊണ്ട് തുടങ്ങി വെച്ചില്ലേ, അതിവിടെ അത് വെളിപ്പെടുന്നു. അതിൻ്റെ പൂർത്തീകരണം കാണുന്നു. 2 പറഞ്ഞു അച്ഛൻ. റോയൽ പ്രീസ്റ്റ്ഹുഡ്. അതായത് പൗരോഹിത്യത്തിൻ്റെ ആ രാജകീയ മാനം. ഈശോ കിങ് ആണ്, രാജാവാണ്. അടുത്തത് അബ്രാഹത്തിൻ്റെ പ്രത്യേകത, അബ്രാഹം പണ്ടേ കണ്ടൊരു കാഴ്ച കാൽവരിയിൽ ഫുൾഫിൽ ചെയ്യപ്പെടുക. ഏത് കാഴ്ചയായിരുന്നു?
അബ്രാഹത്തിനെ വിളിക്കുമ്പോൾ അതാ പറഞ്ഞു കൊടുക്കുന്നത്. സ്വന്തം മകനെ ബലി കഴിക്കുന്നത്. ബലി കഴിച്ചില്ല. അതാണ് സ്വന്തം മകന് പകരമായി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. അബ്രാഹാം അന്ന് കണ്ട കാഴ്ച ദേ ഇപ്പം കാൽവരിയിൽ നടക്കുന്നു. അതായത് മനുഷ്യന് പകരമായി ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നു. അബ്രാഹാം എന്നീ അന്ന് കണ്ട ദർശനം ദേ ഇവിടെ പൂർത്തിയാക്കപ്പെടുന്നു. നീ കാണടാ, എണ്ണീറ്റ് കാണ അബ്രാഹാമെ, വിളിച്ചെണ്ണീപ്പിക്കുകയാണ് അബ്രാഹത്തിനെ. ഇസഹാക്കിനോട് പറയുന്നു, ഇസഹാക്കെ നീ അന്ന് രക്ഷപ്പെട്ടു, അതുപോലെ ഞങ്ങൾ രക്ഷപ്പെടുന്നു. നീ അന്ന് രക്ഷപ്പെട്ടതുപോലെ ഞങ്ങളായിരുന്നു അറക്കപ്പെടേണ്ടത്, ഞങ്ങൾക്ക് പകരം അന്ന് നീ ആയിരുന്നു അറക്കപ്പെടേണ്ടത്, നിനക്ക് പകരം കുഞ്ഞാണ്, ഞങ്ങൾക്ക് പകരം ഈശോ, നീ എണ്ണീക്ക് കാണ. ഇസഹാക്കിനെ എണ്ണീപ്പിക്കുന്നു. വേറെ ഒന്ന്, ഈ യാക്കോബിൻ്റെ ഗോവണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം, ലാഡർ ഓഫ് ജേക്കബ്. ബൈബിളിലുള്ളതാ. യാക്കോബ് സ്വപ്നം കാണുന്നത്. കറക്റ്റ്. കൊള്ളാം. ഇന്നലെ സൺഡേ സ്കൂൾ അധ്യാപകനല്ലേ? ഇന്നലെ ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്ന് ഞങ്ങളുടെ സ്കോർ കീപ്പറായിരുന്നു, എല്ലാത്തിൻ്റെയും പോയിന്റ് ഇട്ടുകൊണ്ടിരുന്നത് അദ്ദേഹം. യെസ്, യാക്കോബിൻ്റെ ഗോവണി വായിച്ച് കേൾപ്പിക്കട്ടെ. ഗോവണി വായിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു പേര്, ഒരു സാധനം പറയാൻ പറ്റും നോക്കണേ. യാക്കോബിൻ്റെ ഗോവണി, ഈ യാക്കോബ് ഉറങ്ങി കിടന്നപ്പോൾ ദർശനം കിട്ടുന്നു. ഇതിങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 12. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു, ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒറ്റ വാക്ക് പറയാം, ഒന്നുകൂടെ വായിക്കാം. ഒറ്റ വാക്കേ പറയാവുള്ളൂ. ഇതിന് ഉത്തരം പറയുന്നവർക്ക് ടിജോച്ചൻ പറഞ്ഞ് ഞാൻ സമ്മാനം കൊടുക്കും, നിങ്ങൾ പറയാൻ ടിജോ സമ്മാനം തരും. ആര് പറയും നോക്കാൻ. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്നൊരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു, ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. യാക്കോബിന് ദർശനം കിട്ടി. അല്ല, ഒറ്റ വാക്ക്, കുരിശ്. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത്. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവണി, പാലമാണ് കുരിശ്. അതിലൂടെ ഇനി സ്വർഗം ഇറങ്ങി വരും, ഇനി ഭൂമി സ്വർഗത്തിലേക്ക് കയറും. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ബന്ധം സ്ഥാപിച്ച ഗോവണിയാണ് കുരിശ്. അന്ന് യാക്കോബ് കണ്ടത് ദേ ഞങ്ങൾ കാണുന്നു. യാക്കോബ് എണ്ണീക്കടാ, മതി ഉറങ്ങിക്കിടന്ന് എണ്ണീക്ക്, ശരിക്കും കാണുന്നത്, ശരിക്കും കൺമുമ്പിൽ കാണുക. യാക്കോബിനെ വിളിച്ച് എണ്ണീപ്പിക്കുകയാണ്. കിട്ടുന്നുണ്ടോ? നമുക്ക് ആ 4 ഭാഗം ഇതൊക്കെ മനസ്സറിഞ്ഞ് ഇത് കേട്ട നിങ്ങൾ ആ ധ്യാനത്തോടുകൂടി തന്നെ ഇവരോട് ചേർന്ന് ആ 4 സ്റ്റാൻസ ഒരുമിച്ച് പാടിക്കുകയും. വൈദിക ശ്രേഷ്ഠൻ മെൽക്കിസദേക്കേ, ഉണരുക കാണൂ തിരുസുതനേ നീ, അപ്പം മെയ്യായി വീഞ്ഞോ നിണമായി നൽകും സുതനേ, ദർശിക്കുക നീ. ഉണരുക വേഗം അബ്രാഹാമേ, ദർശിച്ചാലും ദൈവാത്മജനേ. ദർശനമതിൽ നീ കണ്ടു മുന്നം, ക്രൂശിതനായി തിരുസുതനീനാ. അജരക്തത്താൽ മോചിതനിസഹാക്ക്, ഉണരുക വേഗം കാണുക കുരിശ്. ദൈവിക കുഞ്ഞാളീശോ മിശിഹാ, മോചനമേകി തിരുരക്തത്താൽ. അമ്മനുവേലിൻ ശുശ്രൂഷകരായി ഗോവണി കയറും ദൂതന്മാരെ, മരുഭൂവിൽ നീ ദർശിച്ചല്ലോ യാക്കോബേ, ഉണരുക വേഗം. ഇപ്പൊ പാടിയപ്പോ അതിന്റെ അർത്ഥം കിട്ടിയില്ലേ? അല്ലേ? അതിന്റെ കാര്യം മനസ്സിലായി. ഇനി താഴോട്ട് ഇനി ഇതുപോലെ ഓരോരുത്തരെ ഇപ്പോൾ പൂർവ്വ യൗസേപ്പിനെ വിളിച്ചെണ്ണിപ്പിക്കുന്നുണ്ട്. പൂർവ്വ യൗസേപ്പ് ഈശോ നമ്മളുടെ ബന്ധം എന്തായിരിക്കും? പൂർവ്വ യൗസേപ്പ് ഈ പറഞ്ഞ കണക്ക് സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. അപ്പോൾ ഇത് ഇപ്പോൾ യൗസേപ്പ് നീ കാണും, നിന്നെ പോലെ അതിനേക്കാൾ അധികമായിട്ട് ഈശോ തകർക്കപ്പെടുന്നു. ദാവീദിനോട് പറയുന്നത്, നീ അന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പാകെ കിന്നരം മീട്ടിയില്ലേ, ഇപ്പോൾ ദേ ശരിക്കും ദൈവസാന്നിധ്യം വെളിപ്പെടുന്നു, വായോ നിന്റെ കിന്നരവുമായിട്ട്, കം വിത്ത് യുവർ ഹാർട്ട്, നിന്റെ കിന്നരവുമായിട്ട് വന്ന് കർത്താവിന് സ്തുതിഗീതം ആലപിക്കുക. സോളമനെ, ജ്ഞാനം തികഞ്ഞ സോളമനെ, യഥാർത്ഥ ജ്ഞാനത്തെ ദേ മനുഷ്യർ കുരിശിൽ തറയ്ക്കുന്നു, നീ വന്ന് കാണുക. ജഫ്ത,
ന്യായാധിപന്മാരിൽ ഒരാളാണ്, ജഡ്ജസിൽ ഒരാളാണ് ജഫ്ത മകളെ ബലി കഴിക്കുന്നുണ്ട്. അപ്പോൾ ജഫ്തായുടെ ഒരു വാക്ക് പിഴച്ചു പോയതാണ്, മകളെ ബലി കഴിക്കുന്നുണ്ട്. അപ്പം ജഫ്തായോട് പറയുക, ജഫ്ത കാണ്, സ്വപുത്രനെ നമുക്ക് വേണ്ടി ദൈവം തരുന്നു, നമുക്ക് വേണ്ടി തരുന്നു, നീ എണ്ണീറ്റ് കാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വിളിച്ചെണ്ണീപ്പിച്ച് ഇത് മുന്നോട്ട് നിങ്ങൾ ഓരോ സ്റ്റാൻസ് എടുത്ത് നോക്കിയാൽ ഓരോ സ്റ്റാൻസയും ഇപ്പോൾ ഞാൻ ഹഗ്ഗായി പ്രവാചകൻ നമ്മൾ ബണ്ടാബർഗിൽ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് എവിടെ ഹാറുബയിൽ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ധ്യാനത്തിൻ്റെ ടോപ്പിക് ഇതായിരുന്നു, ഹഗ്ഗായി ആയിരുന്നു. ഹഗ്ഗായിയുടെ പ്രത്യേകത എന്ന് അറിയാമോ? ഹഗ്ഗായി ആണ് ഇസ്രായേലിനോട് പറഞ്ഞത് ദേവാലയം തകർന്നു കിടക്കുന്നു, പുതുക്കിപ്പണിയെ. അപ്പോൾ ഹഗ്ഗായിയോട് പറയുകയാണ്, ഹഗ്ഗായി എണ്ണീറ്റേടാ, യഥാർത്ഥ ദേവാലയം തകരുന്നു. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ദേവാലയം തകർക്കുക, 3-ാം ദിവസം ഞാൻ. അപ്പോൾ ഹഗ്ഗായിയെ വിളിച്ച് എണ്ണീപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നെ സക്കറിയായെ വിളിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അവിടെയാണ് നമ്മൾ ഈ ബൈബിളിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാക്കുന്നത്. ഈ 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റ കൊടുക്കുന്നില്ലേ? ബൈബിളിൽ എവിടെങ്കിലും 30 വെള്ളിക്കാശ് വേറെ കാണാൻ പറ്റുമോ? ബൈബിളിൽ എവിടെയെങ്കിലും 30 വെള്ളിക്കാശ് എന്നുള്ളത് ഉണ്ട്. സക്കറിയായിൽ പ്രവചനത്തിൽ കിടപ്പുണ്ട്. സക്കറിയ പറയുന്നുണ്ട്, അതായത് എൻ്റെ വേലയ്ക്ക്, എൻ്റെ ജോലിക്ക് എനിക്ക് കിട്ടിയ കൂലിയാണ് 30 വെള്ളിക്കാശ്. ഇടയ ജോലി ചെയ്തപ്പോൾ കിട്ടിയ കൂലിയാണ്, ആ കൂലി എനിക്ക് അവർ തന്നു എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് സക്കറിയയുടെ പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം. ദ ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 11 വേഴ്സ് 12 ഇങ്ങനെയാണ്, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അവർ എൻ്റെ കൂലിയായി 30 ഷെക്കൽ തൂക്കിത്തന്നു. ആ 30 വെള്ളിയാണ് ദൈവയുടെ പിന്നെ അത് പൂർത്തീകരിക്കപ്പെടുന്നത്. ആ 30 വെള്ളി. എന്നിട്ട് പറയുന്നുണ്ട്, കർത്താവ് എന്നോട് അരുളി ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അവിടെയും സംഭവിച്ചത് അതാണ്, ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. കിട്ടുന്നുണ്ടോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ? അപ്പോൾ ആ സക്കറിയ പറയണം, അന്ന് നീ കണ്ട 30 വെള്ളി ദൈവയുടെ നടപ്പിലായി കഴിഞ്ഞു. ആ 30 വെള്ളിയിൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു അവൻ എന്ന് പറഞ്ഞ് സക്കറിയായി എണ്ണീപ്പിക്കുന്നു. പിന്നെ മുന്നോട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ ഭാഗം മാത്രം ഒന്നുകൂടെ പാടി നമുക്ക്, അതായത് ഇതിൻ്റെ അർത്ഥം ഏറ്റവും ലാസ്റ്റ് അല്ല, ഇതിൻ്റെ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ മുഴുവൻ ആശയവും കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. ആദി മുതൽക്കേ മരണം മൂലം വേർപെട്ടവരെ ഉണരുക നിങ്ങൾ. കണ്ടോ? അത് പ്രവചനമെല്ലാം നിറവേറുന്നു ദൈവസുതൻ തൻ തിരുമരണത്തിൽ, പാപം മൂലം മൃതരായോരെ കാണുകൾ നിങ്ങൾ ദൈവം. അപ്പോൾ നമ്മളിത് ഈ വിലാപയാത്രയിൽ അല്ലെങ്കിൽ ഈശോയുടെ ഈ നഗരി കാണിക്കലിൽ പങ്കെടുക്കുമ്പോൾ ആദം തൊട്ട് എവിടം വരെ ഓർക്കണം? അപ്പം അങ്ങനെയാണെങ്കിൽ എവിടം വരെ ഓർക്കണം? ഇന്നലെ മരിച്ച നമ്മുടെ അപ്പച്ചനെ വരെ ഓർക്കണം. അവരോടെല്ലാം പറയണം, എണ്ണിറ്റ് മതി കിടന്നത്. ചിലരെങ്കിലും ഒക്കെ ഇങ്ങനെ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഈശോയുടെ മരണത്തിന് മുമ്പ് മരിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമൊക്കെ പലരും അവർ കാത്തിരിക്കുകയാണ്, രക്ഷ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈയിടെ ഞാൻ മംഗളവാർത്ത തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് ടോക്ക് കൊടുത്തപ്പോൾ പറഞ്ഞേ, ഈ ആദം തൊട്ട് ഇങ്ങോട്ടുള്ളവർ സ്റ്റക്കായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ട് ചരിത്രത്തിൽ. മുഴുവൻ പ്രപഞ്ചവും പഴയ നിയമത്തിലെ മുഴുവൻ മനുഷ്യരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരാൾ പറയാൻ പോകുന്ന യെസ്സോ നോയോ അവരെ നിർണ്ണയിക്കും. അവരെല്ലാവരും തുറിച്ചു നോക്കിയിരിക്കുക. ഏത് മൊമെൻ്റ് എന്നറിയാമോ? ഏത് മൊമെൻ്റാണെന്ന് വെച്ചാൽ എക്സാക്ട്ലി മാലാക വന്നിട്ട് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, എന്നിട്ട് നിയോഗം ഏൽപ്പിക്കുക. അപ്പോൾ മറിയം ഒരു അല്പം നേരം എടുക്കുന്നുണ്ട്. മറിയം എടുക്കുന്ന ആ സമയമുണ്ടല്ലോ, ടിക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമയിലെ കാണിക്കുന്ന കണക്ക്. അപ്പോൾ ആദം വിറച്ച് നിൽക്കുകയാണ്. ആദം പറയും, എടി യെസ് പറ. അപ്പോൾ അവൾ ടെൻഷൻ അടിക്കുക. ആ നേരത്ത് പ്രപഞ്ചം മുഴുവൻ പറയുകയാണ്, മറിയം സേ യെസ്. കാരണം അവരെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ദ ഹോൾ ക്രിയേഷൻ ഈസ് വെയിറ്റിംഗ് ഫോർ റിഡംഷൻ. വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ്. മറിയം അന്ന് പറഞ്ഞ യെസ് പൂർത്തിയാകുകയാണ് പുത്രൻ്റെ യെസ്സിൽ. അതാണ് കുരിശുമരണം. അപ്പോൾ എല്ലാവർക്കും രക്ഷ കിട്ടുന്നത് കുരിശുമരണത്താലെയാണ്. അപ്പം നമ്മുടെ പൂർവികർ മരിച്ചവരെയൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ വിളിച്ചെണ്ണിപ്പിക്കണം. കണ്ടേ, ഈശോദേ നമുക്ക് വേണ്ടി കൂടിയാണ് മരിക്കുന്നത്. അപ്പോൾ ആ 2 സ്റ്റാൻസയും കൂടെ പാടി അച്ഛൻ അവസാനം അതിനുശേഷം ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലണം. അച്ഛൻ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒരു ആശീർവാദമൊക്കെ തന്ന് നമ്മളിത് അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ ഇത് ഈ വരിയും കൂടെ പാടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 2 സ്റ്റാൻസയാണിത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇപ്പം തന്നെ നിങ്ങളുടെ പൂർവികരെ ഒക്കെ ഓർക്കുക, സകല വിശുദ്ധരെ ഓർക്കുക, എല്ലാ നീതിമാന്മാരെ ഓർക്കുക, സഭ മുഴുവനെ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വേർപെട്ട് പോയവരോടും പറയുക, ഇത് മനസ്സുകൊണ്ട് പറ, നിനക്ക് വേണ്ടി കൂടിയാണ് ഈശോ കുരിശിൽ മരിച്ചത് എന്ന് പറയുക. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആദി മുതൽക്കേ മരണം മൂലം വേർപെട്ടവരെ ഉണരുക നിങ്ങൾ, പ്രവചനമെല്ലാം നിറവേറുന്നു ദൈവസുതൻ തൻ തിരുമരണത്തിൽ, പാപം മൂലം
മൃതരായോരേ കാണുക നിങ്ങൾ ദൈവാത്മജനെ തന്മരണത്താൽ മരണത്തെയും പാപത്തെയും വിജയിച്ചവനേ. യെസ്, ഇങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പഴയ നിയമം കേവലം കുറേ എഴുതി വെച്ചിരിക്കുകയല്ല, പഴയ നിയമം മുഴുവൻ ആരിലേക്ക് എത്തുന്നുണ്ട്? ഈശോയിലേക്ക് എത്തും. അതാണ് പഴയ നിയമം നിഴലും പുതിയ നിയമം യാഥാർത്ഥ്യവുമാണെന്ന് പറയുന്നത്. കർത്താവിലേക്ക് എത്തുകയാണ് പഴയ നിയമം മുഴുവൻ. അതിനെക്കുറിച്ച് പറയുന്നത് ഈശോയ്ക്ക് മുമ്പ് നടന്ന എല്ലാ സംഭവങ്ങളും കുരിശിലേക്ക് എത്തുന്നു, ഈശോയ്ക്ക് ശേഷം നടന്ന എല്ലാത്തിലേക്കും കൃപ ഒഴുകുന്നത് കുരിശിൽ നിന്നുമാണ്. കുരിശിൽ നിന്നാണ് ഇങ്ങോട്ടെല്ലാം കൃപ വരുന്നത്. അപ്പോൾ ആ അനുഭവം കുരിശ് നമ്മുടെ സഭ പോലും പുറപ്പെടുന്നത് കുരിശിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ധ്യാനങ്ങൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. തീർച്ചയായിട്ടും ഒരു വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. അതായത് ഇത്രയൊരു കണക്ഷൻ നമ്മൾ പല എന്താ പറയുക പീഡാനുഭവ വാരങ്ങൾ നമ്മൾ ആഘോഷിച്ചു പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച, ഒരു കണക്ഷൻ, പഴയ നിയമം ഈശോയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് നമുക്കൊരു ഇതുണ്ട്, ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഡീപ്പായിട്ട് പഴയ നിയമത്തിൽ ഓരോ വ്യക്തിയിലും ഈശോയുണ്ട്. അത് ഈശോയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതുപോലെ പീഡാനുഭവ കുരിശുമരണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു ഒത്തിരി ഒരു ഉൾക്കാഴ്ച തന്നു. അച്ഛൻ എൻ്റെ വളരെ സീനിയർ അച്ഛനാണ് കേട്ടോ. അച്ഛനിങ്ങനെ നമ്മളോട് സ്നേഹം കൊണ്ടൊക്കെ കൂടെ വന്നിരുന്നായിരുന്നതാണ്. എന്നെക്കാൾ ഒരു 8 വർഷം സീനിയറാണ് അച്ഛൻ. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. പിന്നെ ഞങ്ങൾ ഒരു രൂപതക്കാരാന്നുള്ള ബന്ധമുണ്ട്. ഞങ്ങൾ നാട്ടുകാരാണ്. അച്ഛൻ മുട്ടാറാണ് അച്ഛൻ്റെ നാട്, എൻ്റെ ഒരു ചമ്പക്കുളം. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹവും സഹകരണമുണ്ട്. പിന്നെ അച്ഛൻ നല്ല ഒന്നാം തരം പാട്ടുകാരനുമാണ്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ പിടിച്ചിരുത്തിയത്. ഞാൻ മിണ്ടത്തിലും തീരുമാനിച്ചതുകൊണ്ട്. അച്ഛനപ്പോൾ എന്നോട് ആകുന്ന ഇവിടെ കുർബാനയല്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചെല്ലുകയല്ല. അച്ഛനെ പോലെ ഒരു പാട്ടുകാരനടുത്ത് കുർബാനയല്ല നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛൻ നമ്മളിങ്ങനെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു കാര്യം, നമ്മുടെ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ് എല്ലാം ഇൻക്ലൂഡിങ് ഹോളി കുർബാന ഇല്ലെങ്കിൽ അതുപോലെയുള്ള ഈ വിശുദ്ധവാര കർമ്മങ്ങളിൽ ഇതൊക്കെ നമ്മൾ തിയോളജിക്കലി എത്ര റിച്ച് ആണ്. നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ലിറ്റർജി ക്രമീകരിച്ച് വെച്ചേക്ക്. ഒരു പക്ഷേ ഇത് നമുക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് നമ്മൾ അതിന്റെ ആഴം മനസ്സിലാക്കാം, അറിയാത്തതുകൊണ്ട്. നമ്മൾ എന്തിനെ അറിയുന്നു അതിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇത്തവണ ഈ പാട്ട് പാടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആവും. അതിന് തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമ്മൾ പൊതുവെ പറയാറില്ലേ, ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ബൈബിളൊക്കെ ആളുകളിലേക്ക് എത്തിയത്, ബൈബിൾ നമുക്കതിന് പ്രാപ്യമല്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്നാണെന്നറിയാമോ? നമുക്ക് ബൈബിളായിട്ട് കൈ കിട്ടിയില്ലായിരുന്നെങ്കിലും നമ്മുടെ ആരാധനയിൽ മുഴുവൻ ബൈബിൾ ഉണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഇത് 1300 ആണ്ടിൽ എഴുതപ്പെട്ടതായി ഗീതം. ആ കാലത്തെ ഗീതത്തിൽ മുഴുവൻ എന്താ ഉള്ളത്? ബൈബിൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മുടെ ഗീതങ്ങൾ, നമ്മുടെ യാമ പ്രാർത്ഥനകളിലും നമ്മുടെ പരിശുദ്ധ കുർബാനയിലൊക്കെ പ്യൂർലി ബിബ്ലിക്കലാണ്. ബൈബിൾ ഉണ്ട് അതിനകത്ത്, രക്ഷാചരിത്രം അതിനകത്ത് സമ്മറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യെസ്. എന്നാ അവിടെ തോന്നി എന്നാ ഇവരുടെ പേരില്ല ബൈബിൾ കണക്കിന് വായിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് കണക്ഷനൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് അച്ഛൻ പറഞ്ഞപ്പോഴാണ്. അതെ, ഈ പീഡാനുഭവ വാരം ഹാഷ ആഴ്ച ഏറ്റവും നന്നായിട്ട് പോട്ടെ അല്ലേ. ശരിക്കും നമ്മുടെ ഒരു ആണ്ടുവട്ടത്തിലെ ഏറ്റവും പീക്കാണ്, ഏറ്റവും പിവട്ടാണ്. നമ്മൾ ഈ ചക്രത്തിൻ്റെ ഒക്കെ സെന്റർ എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ നിന്നാണ് കൃപ എല്ലാ സമയത്തേക്ക് ഒഴുകുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ മുഴുവൻ പിന്നെ അതല്ലേ പാസ്കൽ തൃതീയം എന്നല്ലേ വിളിക്കുന്നത്. പെസഹ, പീഡാനുഭവ വെള്ളി, ഉദ്ധാനം, ഏറ്റവും പ്രധാനപ്പെട്ട 3 ദിവസങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ പള്ളിയിൽ ഏറ്റവും നന്നായിട്ട് നമുക്കിത് ആചരിക്കാം, മറ്റുള്ളവരും ഇത് ഏറ്റെടുക്കട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യാം. അച്ഛാ, ഒരു പ്രാർത്ഥനയിൽ ഒരു ആശീർവാദം. സ്നേഹമുള്ള നല്ല തമ്പുരാനെ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴപ്പെട്ട ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഈശോയുടെ വിശുദ്ധ കുർബാന സ്ഥാപനവും പൗരോഹിത്യ സ്ഥാപനവും അടങ്ങിയ പെസഹാവ്യാഴം, അതുപോലെ ഈശോയുടെ പീഡാനുഭവ സഹന മരണത്തിൻ്റെ ദുഃഖവെള്ളിയാഴ്ച, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സായ ഉത്ഥാനം, ഈ വലിയ ശുശ്രൂഷകളിലൂടെ ആചരണങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഈ തിരുക്കർമ്മങ്ങളുടെയൊക്കെ അർത്ഥവും ആഴവും മനസ്സിലാക്കി കർത്താവേ ഇത് ആത്മീയമായിട്ട് ആഘോഷിക്കാൻ വലിയൊരു ഗോഡ് എക്സ്പീരിയൻസ്, ഒരു ക്രൈസ്റ്റ് എൻകൗണ്ടർ, ജീസസ് എൻകൗണ്ടർ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകളിലൂടെ ശുശ്രൂഷകളിലൂടെ ഉണ്ടാകാൻ കർത്താവേ ഞങ്ങളുടെ ഈ ശുശ്രൂഷകളെയും ഇത്തരത്തിലുള്ള അറിവുകളെയും ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആത്മീയമായിട്ട് ഒരുങ്ങി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും അങ്ങയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ധ്യാനിച്ച് ഉത്ഥാനത്തിൻ്റെ വലിയ സന്തോഷവും ആനന്ദവും സ്വന്തമാക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, സകല വിശുദ്ധരെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. താങ്ക് യു.